പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 12-ാം ദിനം, ഏറ്റവും മധുരമുള്ള ഉപയോഗശൂന്യൻ, മോസ്റ്റ് സ്വീറ്റി യൂസ്ലെസ്. ഹോമറിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സെയിൻറ്റ് അഗസ്റ്റീൻ നടത്തുന്ന പ്രയോഗമാണിത്. ചില ആളുകൾക്ക് നന്നായി ചേരും ഈ പ്രയോഗം. വാക്കിലും നോക്കിലും മധുരമുള്ളവർ, പക്ഷേ ഉള്ളറിഞ്ഞു കഴിയുമ്പോൾ ഇവർ തീർത്തും ഉപയോഗശൂന്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പുറമെ എന്തൊരു നാട്യത്തിൻ്റെ പ്രഭയാണ്, പക്ഷേ അകത്ത് ഒളിപ്പിച്ചു വെച്ച കുറ്റാക്കുറ്റിരുട്ടും. ഓരോ വ്യക്തിയും ഇടയ്ക്ക് സ്വയമൊന്ന് ചോദിക്കണം, ഞാൻ ഏറ്റവും മധുരമുള്ള ഉപയോഗശൂന്യൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ? ആൽഫ്രഡ് അഡ്ലർ മനുഷ്യ വ്യക്തിത്വങ്ങളെ തരംതിരിച്ച് വിഭാഗങ്ങളായി അവതരിപ്പിക്കുമ്പോൾ മാർക്കറ്റിംഗ് ടൈപ്പ് എന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അടിമുടി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണിവർ. അവരുടെ പുഞ്ചിരി കുലീനമായ കള്ളമാണ്. നെഞ്ച് കീറി നോക്കിയാൽ അകത്ത് നേരിൻ്റെ വെട്ടം ഉണ്ടായിരിക്കില്ല. വാക്കിലും ഇടപെടലിലും കൃത്യമായ കച്ചവടം അവർ ഒളിപ്പിച്ച് വച്ചിരിക്കും. നിനക്ക് വേദന, എനിക്ക് നേട്ടം എന്നതു മാത്രമാണ് അവരുടെ മുദ്രാവാക്യം. ഒത്തുതീർപ്പിന്റെ ഭാഷ മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. ജീവിതത്തിന്റെ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു പറ ഉപദേശം അവർ കൊടുക്കും. എന്നാൽ ഒരു നാഴി ജീവിതം പോലും അവർ കാഴ്ചവെക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. ഏറ്റവും മധുരമുള്ള ഉപയോഗശൂന്യരാണോ നമ്മൾ? മറ്റുള്ളവർക്ക് വേദനയും നമുക്ക് നേട്ടവും മാത്രം കാക്ഷിക്കുന്ന അത്യാഗ്രഹികളാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുവാൻ സമയമായി. ഈ നോമ്പ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.